എനിക്ക് വെള്ളട്ടോ നിങ്ങൾക്കോ? നമ്മളിതൊരു തല്ലാൻ വന്നതല്ലേ. ഇത്ര നല്ല മനുഷ്യന്മാരെ തല്ല്. मेरे प्यारे देशवासियों, तुम तो पहचानते ये क्या चीज है? अभी इसको शरबत बना के खाऊंगी, ये इसको शरबत करके खाऊंगी। तुम लोग तो मालूम है इसको ये क्या चीज है? അമ്പലം പൊളിഞ്ഞാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും. ഭഗവാൻ എന്തിനാ പാറാവ്? ഇതെല്ലാം ചോദിച്ചത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. ഞാൻ വരുമ്പോഴേ വണ്ടിമ തട്ടി ഞാൻ നിർത്താൻ പോകുന്നു. എന്റെ പിന്നാലെ തല്ലാൻ വരുന്നുണ്ട്. അന്നെ തല്ലാനോ? ചെമ്പന്റെ ചക്കനെ തൊടണമെങ്കിലേ എന്റെ ശവത്തിൽ ചവിടണം. എന്തിനാ ഇങ്ങനെ പറയുന്നത്? എനിക്ക് അദ്ദേഹത്തിന് അറിയാത്തോണ്ടാന്ന് തോന്നില്ല. ഒരു അമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുന്ന പറഞ്ഞ ആരാ? കമ്മ്യൂണിസ്റ്റുകാരാ പറഞ്ഞു. എന്തിനാ? നിങ്ങൾക്കിത് അറിയാത്തോണ്ടാണോ? അറിയാത്തോണ്ടാണേ പഠിക്കണം. അത് പ്രായം കൂടുതലുള്ളതുകൊണ്ട് പഠിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അറിയാത്തോണ്ടാണേ പഠിക്കണം. സുരാജ് ഞാൻ പറയുന്നത് കേൾക്കൂ. ഇതുകൊണ്ട് വണ്ടി നിൽക്കണേ. ഈ യമഹയുടെ ആളെവിടെ? യമ കൊടുക്കാനുള്ളതല്ല. എന്താണ് പ്രശ്നം? ഞാൻ ക്ഷോഭിക്കുന്നില്ല. ഞാൻ അങ്ങയുടെ അസാധാരണവും അവിശ്വസനീയവുമായ ഒരു ചരിത്ര നിഷേധത്തെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ക്ഷോഭിക്കുന്നില്ല. യമഹ മേടിക്കാനല്ല, യമഹയുടെ ആൾക്കൊന്ന് കൊടുക്കാനാ. ഇത് ഇവിടുന്ന് തീർക്കേണ്ട വിഷയമല്ല. നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. ഞാൻ താങ്കളോട് വളരെ വിനയത്തോടുകൂടി ചോദിക്കുന്നു, ഒരു ക്ഷേത്രം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് ആരാണ്? അതാണ് ചോദ്യം. ഈ കേരളം കേൾക്കട്ടെ, ഒന്ന് പറ. തല്ലുള്ള പരിപാടിയാ. കെ ദാമോദരൻ. ശരി, കെ ദാമോദരൻ. ഒന്നും നിന്ന് കേൾക്കൂ സുരാജ്, അത് കെ ദാമോദരൻ. ഒന്നും പറയാനില്ല. എന്റെ അഭിലാഷെ, ചരിത്രത്തിന്റെ ഭാഗമായി ചരിത്രം പഠിക്കുന്നവരാണ് ഞങ്ങൾ. അത് വളച്ചൊടിക്കല്ലേ? സി കേശവനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതെ. ആ സി കേശവൻ പറഞ്ഞു. സി കേശവൻ ആരാ? സി കേശവൻ ആരാണെന്ന് ഗോതമാഷ് പറയട്ടെ. ഒരു പ്രാവശ്യം പോലും അംഗീകരിക്കാത്തവരാണ്. മഹാത്മാഗാന്ധിയെ കൊന്നു കളഞ്ഞൊന്നുമില്ല കേട്ടോ. മഹാത്മാഗാന്ധി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മഹാത്മാഗാന്ധിയെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. Touch like this and I told touch like that. മഹാത്മാഗാന്ധിയെ കൊന്ന ആരാണ്? ഇല്ല, വിഷയത്തിലേക്ക് പോകുന്നതല്ല. മഹാത്മാഗാന്ധിയെ കൊന്നത് ആരാണ് എന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയാം. രാഹുൽ ഗാന്ധി കേസുമായി നടക്കുന്നത് അതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധി കേസുമായി നടന്നോട്ടെ. മഹാത്മാഗാന്ധിയെ കൊന്നതാരാണ് എന്ന് നാട്ടുകാർക്കെല്ലാം അറിയാമെന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ദൗർബല്യം. കേൾക്കുന്ന ആളുകൾക്കുള്ള ബോറടി ഒഴിവാക്കണല്ലോ. സത്യം പറഞ്ഞാലോ, ഞാനൊരു കാര്യം പറയാം. ഈ ഗോഡ്സെ ആ മഹാത്മാഗാന്ധിയെ വെടിവെച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒന്നാം തരം RSSകാരനായനെ. അയ്യോ, അദ്ദേഹം അല്ലെങ്കിൽ തന്നെ RSSകാരനാണ്. സ്വയം തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതായത് ഞാൻ മഹാവിഷ്ണുവിനെ കണ്ടിരുന്നു. എന്നെ 2 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. 2 പ്രാവശ്യം ഞാൻ പോയിരുന്നു. ഫസ്റ്റ് പ്രാവശ്യം പോയത് ബുള്ളറ്റിലും, രണ്ടാമത്തെ പ്രാവശ്യം പോയത് ട്രെയിനിലായിരുന്നു. ഗാന്ധിജി കൊള്ളാം. ആണോ? ഭയങ്കര. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങളെ എതിർത്തിരുന്ന ആളുകളൊക്കെ ഞങ്ങളുടെ ആളുകളാണെന്ന് പറയുന്ന പ്രക്രിയ കുറെ കാലമായിട്ട് നടത്താണല്ലോ. സത്യത്തിൽ ഒറ്റ ചോദ്യം എനിക്കുള്ളൂ, ആരാണ് സ്വാമി? ഞാൻ പത്മനാഭനാണ്, മഹാവിഷ്ണുവാണ്, ബ്രഹ്മം വിഷ്ണു മഹേശ്വരൻ 3 ശക്തിയും ഞാനാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എന്താണ് ഈ കൺകറന്റ് ലിസ്റ്റ്? അതല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ശോഭാ സുരേന്ദ്രൻ
ശ്രീ ടോമടക്കം പറഞ്ഞതുപോലെ 15 ലക്ഷം രൂപ വന്നില്ലല്ലോ എന്റെ പോക്കറ്റിൽ, എന്റെ അക്കൗണ്ടിൽ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? देखो इसको मैं अभी शरबत बना के खाऊंगी, बढ़िया टेस्ट है ये इसके शरबत का भी। അപ്പൊ ഓക്കെ അല്ലേ? ഈ വഴിക്ക് വരുമ്പോ വിളിക്കോണ്ടു.